ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സർക്കാർ യു.പി. സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു. ഇന്ന് രാവിലെ പെയ്ത ശക്തമായ മഴയിലാണ് 150 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണത്. അവധി ദിവസമായതിനാൽ വൻ ദുരന്തം ഒഴിവായി. തകർന്ന കെട്ടിടത്തിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. എന്നാൽ ഇവിടെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നുവെന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറയുന്നു. അപകടം നടന്ന സമയം സ്കൂൾ അധികൃതർ ക്ലാസ് മുറികളിലെ മേശകളും ബെഞ്ചുകളും ധൃതിപ്പെട്ട് എടുത്തു മാറ്റുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. 2 വർഷമായി കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല. താൽക്കാലിക ഫിറ്റ്നസിലാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നതെന്നും നാട്ടുകാർ പറയുന്നു. 4C എന്ന് പറഞ്ഞൊരു ക്ലാസ് റൂം, അധ്യാപകരുടെ റൂം, മറ്റ് വായനശാലകളെല്ലാം പ്രവർത്തിക്കുന്ന ലാബ് എല്ലാം പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിങ്ങാണിത്. ഇതിന്ന് ഫിറ്റ്നസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇന്നത്തെ ഒരു ചെറിയ മഴയത്ത് തകർന്നു വീണിരിക്കുകയാണ്. ഇതിൻ്റെ അനാസ്ഥ സർക്കാരിൻ്റെ അനാസ്ഥയാണ്, പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ്. ഇത്രയും ബലക്ഷയമുള്ള ഒരു കെട്ടിടം യാതൊരു മാനദണ്ഡങ്ങളും കൂടാതെ നിങ്ങൾ നോക്കൂ, ലക്ഷക്കണക്കിന് രൂപ മുടക്കി ടൈലിട്ടിരിക്കുകയാണ്. ഇത് പ്രതിഷേധാത്മകമാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ മിഥുനെ പോലെ ഒരുപാട് മിഥുന്മാർ ഈ കാർത്തികപ്പള്ളി പഞ്ചായത്തിലും ചിങ്ങോലി പഞ്ചായത്തിലും കേരളം ഒട്ടാകെ ഉണ്ടാവും. വെള്ളിയാഴ്ച ഈ സ്കൂളിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന ക്ലാസ് എന്ന് പറയുന്നത് 4C ആണ്. ഈ 4Bയിൽ ഇന്നലെ വരെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച വരെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങിയതെല്ലാം ഈ കെട്ടിടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. HMൻ്റെ റൂം ഇതാണ്. HMൻ്റെ റൂം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ HMൻ്റെ അടുത്തേക്ക് എല്ലാ സമയങ്ങളിലും അധ്യാപകരും കുട്ടികളും ധാരാളം ഓടിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. 1000-ലധികം കുട്ടികൾ പഠിക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം ഓടിക്കളിച്ച് ഓടി വന്ന് HMൻ്റെ റൂമിലേക്കും മറ്റ് ക്ലബ്ബുകളിലേക്കും ഒക്കെ കയറി വരുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഒരു വലിയ ദാരുണമായൊരു സംഭവം ഉണ്ടാകാതെ മാറിപ്പോയത്. ശക്തമായ പ്രതിഷേധം ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകും. ഇതിനെതിരെ ഞങ്ങൾ ഇവിടെ സമരങ്ങൾ നടത്തും. പഞ്ചായത്ത് ഉപരോധിക്കുന്ന അടക്കമുള്ള സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്ന് പറയാനാണ് ഈ സമയം ഞങ്ങൾ വിനിയോഗിക്കുന്നത്. വിവരങ്ങളുമായി രഞ്ജിൽ ചേരുന്നു. രഞ്ജിൽ, ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സർക്കാർ യു.പി. സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണതിന്റെ പ്രതികരണമാണ് നിലവിൽ കേട്ടത്. വിശദാംശങ്ങൾ. ആലപ്പുഴയിലെ കാർത്തികപ്പള്ളിയിൽ സർക്കാർ യു.പി. സ്കൂളിന്റെ മേൽക്കൂരയാണ് ഇത്തരത്തിൽ തകർന്നു വീണിരിക്കുന്നത്. ഏകദേശം 150 വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. പക്ഷേ ഇതിൽ അധികാരികൾ അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ പറയുന്ന ഒരു കാര്യം, ഈ ഒരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടത്തിന്റെ ഭാഗത്ത് ക്ലാസ്സുകളൊന്നും നടന്നിരുന്നില്ല. ഇത് ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമായിരുന്നു എന്നാണ്. പക്ഷേ നാട്ടുകാരും അതുപോലെ തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇപ്പോൾ പറയുന്നത് ഈ ഒരു കെട്ടിടത്തിൽ ക്ലാസ്സുകൾ നടന്നിരുന്നു. ഈ ഒരു കെട്ടിടം തകർന്നു വീണ സമയത്ത് ധൃതിപ്പെട്ട് ഈ ഒരു അധികൃതർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബെഞ്ചും ഡെസ്കുകളും ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം മാറ്റുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറയുന്നത്. പക്ഷെ അപ്പോഴും സ്കൂൾ അധികൃതർ പറയുന്നത് ഈ ഒരു കെട്ടിടത്തിൽ ഏറെക്കാലമായി ഇത്തരത്തിൽ ക്ലാസ്സുകളൊന്നും തന്നെ നടന്നിരുന്നില്ല. അത് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. ആ ഒരു കെട്ടിടമാണ് ഇപ്പോൾ തകർന്നു വീണതാണ് പറയുന്നത്. പക്ഷേ വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ തലനാരിടയ്ക്ക് മാറിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ മറ്റ് വിദ്യാർത്ഥികളൊന്നും തന്നെയില്ല, ക്ലാസ്സുകളൊന്നും തന്നെ നടക്കുന്നില്ല. പക്ഷേ ഈ ഒരു കെട്ടിടം വീണത് ഇനി നാളെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അപകടം വൻ ദുരന്തമായി മാറിയേനെ. ആ ഒരു അപകടം അല്ലെങ്കിൽ ദുരന്തമാണ് ഇപ്പോൾ മാറിപ്പോയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട്. ഏകദേശം 150 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. ഈ ഒരു സ്കൂൾ കെട്ടിടത്തിന് 2 വർഷമായി ഫിറ്റ്നസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കെട്ടിടം നിലനിന്നിരുന്നത് അല്ലെങ്കിൽ കെട്ടിടം പ്രവർത്തിച്ചു വന്നിരുന്നത്. അതാണ് ഇപ്പോൾ ഇടിഞ്ഞ് വീണിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അപകടത്തിൽ ആർക്കും പരിക്കുകളൊന്നുമില്ല. ആ ഒരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ ഉപയോഗശൂന്യമായ ഒട്ടനവധി കെട്ടിടങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ ഇത്തരം വാർത്തകളെല്ലാം തന്നെ കേട്ടുവരികയാണ്. ഈ ഒരു ഫിറ്റ്നസ് കുറവുള്ള സർക്കാർ സ്കൂളുകൾ, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച കാര്യമൊക്കെ തന്നെ പുറത്തു വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സർക്കാർ സ്കൂളിലെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ആവശ്യകതയൊക്കെ ഇപ്പോൾ ഉള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ആലപ്പുഴയിലെ ഈ ഒരു സ്കൂളിലെ കെട്ടിടം തകർന്നു വീണ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വൻ ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അജുന, തീർച്ചയായും ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സർക്കാർ യു.പി. സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് രാവിലെ പെയ്ത ശക്തമായ മഴയിലാണ് 150 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണത്. അവധി ദിവസമായതിനാലാണ് വൻ ദുരന്തം ഒഴിവായതെന്നാണ് പ്രത്യേകം പറയേണ്ടത്. തകർന്ന കെട്ടിടത്തിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുമ്പോഴും ഇവിടെ ക്ലാസുകൾ പ്രവർത്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളടക്കം പറയുന്നത്. അപകടം നടന്ന സമയം
സ്കൂൾ അധികൃതർ ക്ലാസ് മുറികളിലെ മേശകളും ബെഞ്ചുകളും ധൃതിപ്പെട്ട് എടുത്തു മാറ്റുകയായിരുന്നുവെന്നും നാട്ടുകാരടക്കം ആരോപിച്ചു. 2 വർഷമായി കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല. താൽക്കാലിക ഫിറ്റ്നസിലാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നതെന്നും നാട്ടുകാർ പറയുന്നതിന്റെ ദൃശ്യങ്ങളടക്കം നിലവിൽ കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിന്റെ വിശദമായ വിവരങ്ങൾ നൽകിയത് രഞ്ജിലാണ്. എറണാകുളം പറവൂർ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ്